മുഹമ്മദിനെ കൊല്ലാനൊരു വഴിയുണ്ട്. ഒരു ദിവസം അബൂജഹലും കൂടെയുള്ളവരും പ്രവാചകനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി ഇടുകയാണ്. അബൂജഹൽ പറയുന്നുണ്ട്, മുഹമ്മദിനെ കൊല്ലാനൊരു വഴിയുണ്ട്, അവനെ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കാം. വഴിയിൽ ഒരു ചതിക്കിണർ നിർമ്മിക്കുകയും ചെയ്യാം. അതിൻ്റെ മുകളിൽ പുല്ലും മണ്ണും ഒക്കെ വെച്ചിട്ട് മുഹമ്മദിൻ്റെ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ അതിലേക്ക് വീണുകൊള്ളും. നമുക്ക് ചെന്നിട്ട് കല്ലെടുത്തിട്ട് എറിഞ്ഞവനെ കൊന്നുകളയാം. കൂടെ നിന്ന് ആളുകൾ ചോദിക്കുന്നുണ്ട്, യാ അബുൽ ഹക്കം, അങ്ങ് മുഹമ്മദിന്റെ ശത്രു, മുഹമ്മദ് അങ്ങയുടെയും ശത്രു എങ്ങനെയാണ് ശത്രുവിന്റെ വീട്ടിലേക്ക് വരിക? അബൂജഹൽ കുറച്ചു നേരം ആലോചിച്ചിട്ട് അവരോട് മറുപടി പറയുന്നുണ്ട്, അതിനൊരു കാര്യം ചെയ്യാം. ഇനി 3 ദിവസം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയില്ല. എന്നെ കാണാതായാൽ മുഹമ്മദ് നിങ്ങളോട് അന്വേഷിക്കും എവിടെയാണ് അബുൽ ഹക്കം എന്ന്. നിങ്ങൾ അദ്ദേഹത്തോട് പറയണം, അദ്ദേഹം രോഗം ബാധിച്ച് വീട്ടിൽ കിടക്കുകയാണ്. മക്കയിലെ ഒരാൾ രോഗിയാണെന്നറിഞ്ഞാൽ ശത്രുവായാലും മിത്രമായാലും മുഹമ്മദ് അവിടെ എത്തും, അയാളെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ ഞാൻ രോഗിയാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൊന്നുകളയാൻ രഹസ്യമായി പദ്ധതിയിടുമ്പോഴും അവരുടെ ഉപായത്തിൽ വിശുദ്ധ നബിയുടെ സവിശേഷമായ ഗുണം കടന്നു വരുന്നു. അതൊരു മനുഷ്യൻ്റെ വിജയമല്ലേ?